ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ 2 ദിവസത്തെ വിശേഷങ്ങളാണ്. എൻഗേജ്മെൻറ്റിന് പാർട്ടിയിലെല്ലാം കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റിയ പുഡിങ്ങിൻ്റെ റെസിപ്പിയും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ എന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോ കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതാണ് മഴ പെയ്യുന്നതെല്ലാം കാണുന്നത്. മഴൻ്റെ സൗണ്ട് കിച്ചണിൽ നിന്ന് വീഡിയോയിൽ കേൾക്കുമ്പോൾ ഒരു പൈപ്പ് തുറന്ന് വിട്ട പോലെ കേൾക്കുന്നുണ്ടായില്ല. അത് മഴ പെയ്യുന്നത് തന്നെയാണ്. ആ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. അതാണ് ഞാൻ മ്യൂട്ടാക്കാതിന്. ഇതിപ്പോൾ രാവിലത്തെ ചായയും ബ്രേക്ക്ഫാസ്റ്റും ആക്കലാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. തലേ ദിവസം ഒന്നും പ്രിപ്പയർ ആക്കാണ്ട് രാവിലെ കറി വെക്കാനെല്ലാം മടി പിടിച്ച ദിവസം ഉണ്ടാക്കുന്ന കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ട്. അതിൽ പെട്ടതാണ് കേട്ടോ പുട്ട്. ഇന്നിപ്പോൾ റോബസ്റ്റ് പഴമുണ്ട്, അതുകൊണ്ട് പുട്ടാക്കാന്ന് വെച്ച്. ഇതല്ലെങ്കിൽ ഉപ്മാവ് ആക്കലുണ്ട്, ഓട്സിൻ്റെയും ആക്കലുണ്ട്, റവൻ്റെയും ആക്കലുണ്ട്. പിന്നെ സാൻഡ്വിച്ച്, ഓട്സ് ദോശ ആക്കലുണ്ട്. അത് ചട്നി കൂട്ടിയിട്ട് കഴിക്കാമല്ലോ. അങ്ങനെ രാവിലെ കറി വെക്കാൻ മടിയില്ല സ്ഥലം ഇങ്ങനത്തെ ഐറ്റംസ് തന്നെയാണ്. പിന്നെ പുട്ടിൻ്റെ കൂടെ എനിക്ക് കടലക്കറി തന്നെയാണ് ഇഷ്ടം. പക്ഷേ അധികം ആക്കലുണ്ട്. ഇന്ന് പിന്നെ റോബസ്റ്റ് പഴം ഇല്ലതുകൊണ്ട് വിചാരിച്ച് അത് മതിയെന്ന്. ഉച്ചയ്ക്ക് ഇന്ന് ഫുഡ് വേണ്ട, കല്യാണമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒരു സ്കൂളില്ലാത്ത ദിവസം തന്നെയാണ്. പിന്നെ പുട്ടിൻ്റെ പാത്രം, മിക്സി എല്ലാം വെക്കൽ ഞാൻ ആ ഒരു റാക്കിലാണ്. ഇൻഷാ അല്ലാഹ് കിച്ചൺ ടൂർ ചെയ്യാട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് കിച്ചൺ ടൂർ ചെയ്യണമെങ്കിൽ കമൻ്റ് ഇടാൻ. ആ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിന്. ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്ര വ്യൂസ് കിട്ടുമെന്ന്. ഞാൻ 8 മാസത്തോളമായി വീഡിയോസൊന്നും ചെയ്യാത്തത്. അതുകൊണ്ട് അതേ മുതലേ തുടങ്ങേണ്ടി വരും. ഇനി അങ്ങനെ വ്യൂസൊന്നും കിട്ടൂല നല്ല വിചാരിച്ചിട്ട് തന്നെയാണ് ഇട്ടത്. പക്ഷേ ഞാൻ വിചാരിക്കാണ്ടാണ് ഇത്രയെങ്കിലും വ്യൂസ് എനിക്ക് കിട്ടിയത്. പിന്നെ നല്ല നല്ല കമൻസും എല്ലാം തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ നല്ല നല്ല കമൻസ് കാണുമ്പോൾ ആണ് വീണ്ടും വീഡിയോസ് ഇടാനും വീഡിയോ എടുക്കാനും എല്ലാം തോന്നുന്നത്. ഇതിപ്പോൾ ഞാൻ പുട്ട് ഉണ്ടാക്കലാണ്. പുട്ട് ഉണ്ടാക്കാൻ പിന്നെ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. പിന്നെ മെഷറിങ് കപ്പ് കൊണ്ട് ഇട്ടാൽ കറക്റ്റ് സൈസായിട്ട് പുട്ട് കിട്ടും കേട്ടോ. പല സൈസിലാവാതെ. പിന്നെ എൻ്റെ പുട്ടിൻ്റെ അടിവശം ഒരു ദിവസം വെള്ളം വറ്റിയിട്ട് കത്തിപ്പോയിന് കേട്ടോ. അതാണ് ആ കളർ ചേഞ്ച് ആയത്. അതിപ്പം ഞാൻ മാറ്റി. ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. അത് പിന്നെ ലീക്കാകാൻ തുടങ്ങി, നല്ലോണം പൊട്ടിയിട്ടുണ്ടായിന്. വെള്ളം വറ്റിയിട്ട് ഞാൻ ഓഫാക്കാൻ മറന്നതാണ്. അതുകൊണ്ട് അങ്ങനെ കളർ ചേഞ്ച് ആവും. പിന്നെ പോകുന്നില്ല, എങ്ങനെയും പോകുന്നില്ല. ഈ പുട്ടിൻ്റെ കുറ്റി 2 ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അതുകൊണ്ട് തന്നെ ഒന്നാവുമ്പോഴത്തേക്കും മറ്റേത് ഫില്ലാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ പുട്ട് റെഡിയാവും ചെയ്യും. വെറുതെ വെള്ളം തിളച്ച് പോവുകയും ചെയ്യില്ലല്ലോ. ഒന്നെന്നെ ആവുമ്പം അത് കുത്തി പിന്നെ അതിലേക്ക് ഫില്ലാക്കി ആ ടൈമെല്ലാം ഈ വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ 2 എല്ലാം വാങ്ങിച്ചാൽ നല്ല ഉപകാരമാണ്. എനിക്ക് ഇതുപോലെ തന്നെ ദോശൻ്റെ തവ, പാലപ്പത്തിൻ്റെ ചട്ടി എല്ലാം 2 തന്നെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആവും. പാലപ്പത്തിൻ്റെ ചട്ടി വീടിൻ്റെ ടൈലെടുക്കുന്ന സമയത്ത് കുറേ സാധനം എടുത്തുകൊണ്ട് ഗിഫ്റ്റായിട്ട് കുറച്ച് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കിട്ടിന്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ 2. ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇനി വാഷിംഗ് മെഷീനിൽ തുണി അലക്കാനും ഇടലാന്ന്. ഞാൻ ഡെയിലി അലക്കൂട്ടാ. എനിക്ക് ഒരു ദിവസം അലക്കിയിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്. തലേ ദിവസം
ഇന്നത്തെ ഡ്രസ്സല്ലേ പിറ്റേ ദിവസം അലക്കാനുണ്ടാവും. പിന്നെ അത് വെക്കുമ്പോൾ എന്തോ പോലെ. ഞാൻ ഡെയിലി അലക്കുമ്പോൾ തന്നെ 2 പ്രാവശ്യം അലക്കാനുണ്ടാവും കേട്ടോ. ഞാൻ ഡാർക്ക് കളേഴ്സ് വേറെ ലൈറ്റ് കളേഴ്സ് വേറെ ആയിട്ട് അങ്ങനെ 2 പ്രാവശ്യം ഡെയിലി ഉണ്ടാവും അലക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ സ്കൂളൊന്നും ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാവും, പക്ഷേ ബെഡ്ഷീറ്റ് ഉണ്ടാവും അന്നേരം. അപ്പം ബെഡ്ഷീറ്റ് അങ്ങനെ എപ്പോഴും 2 പ്രാവശ്യം അലക്കാനുണ്ടാവും. പിന്നെ കറണ്ട് ഇല്ലെങ്കിലോ അങ്ങനെയല്ലാന്ന് മാറ്റി വെക്കൽ. അപ്പം പിറ്റേ ദിവസം നല്ല പണിയാണ്, ഒരു 3-4 പ്രാവശ്യം അലക്കാനുണ്ടാവും. ഇതിപ്പോൾ ഞാനും മോളും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. ഇക്കയും മോനും നേരത്തെ കഴിച്ചിട്ടുണ്ടായിന്. അത് കഴിഞ്ഞിട്ട് ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത്. ക്ലീനിങ്ങൊന്നും ഞാൻ എല്ലാ വീഡിയോസിലും ഇൻക്ലൂഡ് ആക്കുമ്പോൾ ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. മോള് പാത്രമെല്ലാം കഴുകിയിട്ടുണ്ടായിന്. ആ ടൈമിൽ ഞാൻ അടിച്ചു വാരും ചെയ്തിന്. ഇന്ന് തുടക്കാനൊന്നുമില്ല, തലേ ദിവസം തുടക്കാനും ചെയ്തുകൊണ്ട് ഇന്ന് പിന്നെ കല്യാണത്തിന് പോകാനുണ്ടായിനല്ല. പിന്നെ കുളിക്കാൻ ഇറങ്ങിയ സമയത്താണ് ഇത് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടായിന്. അപ്പം വിചാരിച്ച് ഇതൊന്ന് ആക്കാമെന്ന്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഐക്കിന് വാങ്ങിച്ചതാണ്. ഇതിൽ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്തതാണ്. ചോക്ലേറ്റ് തന്നെ നല്ല മധുരമല്ലേ. പിന്നെ ഞാൻ പൊതുവെ ചായയിലൊന്നും ഷുഗർ ഇടാതെ തന്നെ കുടിക്കൽ. ഇക്കും അങ്ങനെ തന്നെ കേട്ടോ. അങ്ങനെ വെറുതെ ശീലാക്കിയതാണ്, അല്ലാതെ ഷുഗർ ഉണ്ടായിട്ടൊന്നല്ല കേട്ടോ. അൽഹംദുലില്ലാ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എല്ലാം അവോയ്ഡ് ചെയ്യുന്നതല്ല നല്ലത്, അതുകൊണ്ട് ശീലാക്കിയത്. പിന്നെ ഈ സ്റ്റൗവിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ട്. ഈ സ്റ്റൗ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽഡായിട്ട് പറയാത്തത്. ഇതിൻ്റെ വലിയ ബർണറിനെ കൊണ്ട് എപ്പോഴും പ്രശ്നമാണ് കേട്ടോ. പിന്നെ ഒന്നെങ്കിൽ ഫ്ലെയിം നല്ലോണം കത്തും, അല്ലെങ്കിൽ കുറച്ചാലാണെങ്കിൽ ഒട്ടുമില്ല. കുറേ പ്രാവശ്യം ശരിയാക്കി. പിന്നെ കാണാനൊന്നും ഡാമേജും ഇല്ല, നല്ല എണ്ണല്ലേ, നല്ല റേറ്റ് കൊടുത്തിട്ട് തന്നെയാണ് സ്റ്റൗവും ചിമ്മിനും വാങ്ങിച്ചത്. അതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ എല്ലാം ഇതുപോലെ ആവണമെന്നില്ല. ഇതേ കമ്പനീൻ്റെ തന്നെ, ഇത് ഹൂക്കർ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇതിപ്പം വേറൊരു ദിവസത്തെ വിശേഷമാണ് കാണിക്കുന്നത്. എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ ഉണ്ടായിന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോയ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയതിന് 2 വലിയ പുഡിങ്ങിൻ്റെ പാത്രത്തിൽ ഒഴിക്കുന്ന ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഇപ്പം കാണിക്കുന്നത്. നിങ്ങൾക്ക് പകുതി ക്വാണ്ടിറ്റിയിലാണ് വേണ്ടെങ്കിൽ ഇതെല്ലാം പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു വലിയ പാത്രത്തിലേക്ക് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്തിന്. ഈ ബട്ടർ ചേർത്ത് കൊടുത്താൽ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പാടില്ല കേട്ടോ. പാത്രം പെട്ടെന്ന് ബേണാവും, ബട്ടർ ഇങ്ങനെ കരിഞ്ഞ പോലെ വരും. അപ്പോൾ പാത്രം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് ചോപ്പ് ചെയ്തതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. ഈ നട്ട്സെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറക്കോ ചെയ്യുക കേട്ടോ. ഇത്ര തന്നെ ചേർക്കണമെന്നൊന്നുമില്ല. നട്ട്സിൻ്റെ കളർ ഇതുപോലെ ചേഞ്ച് ആയിട്ട് വന്നാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ സേമിയ വെച്ചിട്ടുള്ള പുഡിങ്ങാണ് ആക്കുന്നത്. ഇതുപോലത്തെ നേരിയ സേമിയ, ഇത് 125 ഗ്രാമിൻ്റെ 4 പാക്കറ്റാണ് ഞാൻ എടുത്തത്. ടോട്ടൽ 500 ഗ്രാം 500 ഗ്രാമാണ് വേണ്ടത്. അപ്പം വലിയ പാക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ഇതുപോലെ 4 പാക്കറ്റ് വാങ്ങിച്ചതാണ്. ഇതുപോലത്തെ നേരിയ സേമിയ തന്നെ എടുക്കാൻ നോക്കാം, എന്നാലാണ് പെർഫെക്റ്റായിട്ട് കിട്ടിയത്. നവാബി സമായി എന്ന് പറഞ്ഞ പുഡിങ്ങാണ്. അത് ഓരോരാളും ഓരോ തരത്തിലുള്ള ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കുന്നത്. ഇതിപ്പോൾ 4 പാക്കറ്റ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഇത് വലിയ നീളത്തിലല്ല വരുന്നത്. ഇതുപോലത്തെ നേരിയത് അധികവും ഇങ്ങനെ നീളത്തിൽ തന്നെ വരുന്നതെന്ന് തോന്നുന്നു. ഇനി പീസാക്കിയിട്ട് വരുന്നത് ഉണ്ടെങ്കിൽ വാങ്ങാം, അതാണെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് മിക്സിയിലൊന്നും ഇട്ടിട്ട് പൊടിക്കാൻ പാടില്ല കേട്ടോ. കൈ കൊണ്ട് തന്നെ ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ മതി. സാധാ സേമിയൻ്റെ ആ ഒരു കഷ്ണം വലുപ്പത്തിൽ പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ഷുഗർ പഞ്ചസാര ചേർത്ത് വെക്കുക. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുന്നതാണ്. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ 1 കപ്പ് പഞ്ചസാര പൊടി കിട്ടും കേട്ടോ. അത് ഈ സേമിയയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടിയും 1/2 കപ്പ് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ബദാം കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിന്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മസ്റ്റായി തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഇത് കുറച്ച് റിച്ച് പുഡിംഗ് ആണ്. പിന്നെ പകുതി ക്വാണ്ടിറ്റിയിലാക്കുമ്പോൾ ഇതെല്ലാം പകുതി ചേർത്ത് കൊടുത്താൽ മതിയല്ല.
ഇതെല്ലാം കറക്റ്റായിട്ട് ചേർക്കുമ്പോൾ അന്ന് ആ കറക്റ്റ് നവാബി സെമായിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നേരത്തെ ബട്ടറും നട്ട്സും കൂടെ റോസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്യണം അത്ര. ഇനി ഇതെല്ലാം നല്ലോണം മിക്സ് ആയതിന് ശേഷമാണ് ഫ്ലെയിം ഓണാക്കുക. നേരത്തെ തന്നെ ഫ്ലെയിം ഓണാക്കിയാൽ പെട്ടെന്ന് കട്ട കെട്ടുന്ന പോലെ ആവും. അതുകൊണ്ട് ബട്ടറും എല്ലാം കൂടെ നല്ലോണം സേമിയയിൽ മിക്സ് ആയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. ഇതിപ്പോൾ എല്ലാം നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഫ്ലെയിം ഓൺ ചെയ്യുക. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കൈയെടുക്കാതെ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ സേമിയ കളർ ചേഞ്ച് ആവാനും പാടില്ല, എന്നാൽ നല്ലോണം റോസ്റ്റായിട്ട് കിട്ടുകയും വേണം. ഇതിനി പാലിലിട്ട് വേവിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഇതിങ്ങനെ തന്നെയാണ് പുഡിങ്ങിൽ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപോലെ തന്നെ ഫുള്ള് റോസ്റ്റായിട്ട് കിട്ടുകയും വേണം, എന്നാൽ കളർ ചേഞ്ച് ആകാനും പാടില്ല. ഇത് ഒരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇളക്കുമ്പോൾ തന്നെ റെഡി ആയിട്ട് കിട്ടും. കൈ എടുക്കാൻ പാടില്ല. പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ചാൽ കളർ ചേഞ്ച് ആവുകയും ചെയ്യും. ആ ഒരു കറക്റ്റ് ടേസ്റ്റിൽ കിട്ടൂല കേട്ടോ. ഇതിപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലിപ്പം സേമിയ, പഞ്ചസാര, പാൽപ്പൊടി എല്ലാം അല്ല നട്ട്സ്. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഫസ്റ്റ് ലെയറായിട്ട് പുഡിംഗ് ട്രേയിൽ ഇട്ട് കൊടുക്കുക. പുഡിംഗ് ട്രേയിലിടുമ്പോൾ ആ നട്ട്സും എല്ലാം ഒരുപോലെ കിട്ടുന്ന രീതിയിൽ ലെവലാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ സേമിയൻ്റെ മിക്സ് പകുതിയാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ഒരു 4 ലെയർ പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ലെയർ വീണ്ടും സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പകുതി 2 പാത്രത്തിലേക്കായിട്ട് നല്ലോണം ലെവലാക്കിയിട്ട് ഒരു പൊട്ടറ്റോ മാഷർ കൊണ്ടോ ഗ്ലാസ് കൊണ്ടോ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ കറക്റ്റ് ലെവലായിട്ട് നിൽക്കും. ഇതുപോലെ നല്ലോണം ലെവലാക്കിയതിന് ശേഷം സെക്കൻഡ് ലെയർ ആകുന്നത് വരെ ഫ്രിഡ്ജിൽ വെക്കുക. ഇനി സെക്കൻഡ് ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പാല് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിന് അതിലേക്ക് 1/4 കപ്പ് കസ്റ്റർഡ് പൗഡർ, വാനില ഫ്ലേവറുള്ള കസ്റ്റർഡ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം മിക്സാക്കി എടുക്കുക. ഇത് ചൂടാറിയ പാലാണ് കേട്ടോ എടുക്കേണ്ടത്. ചൂടുള്ള പാലാവുമ്പം പെട്ടെന്ന് കട്ട കിട്ടും. തണുത്ത പാലായാലും കുഴപ്പമില്ല, ചൂടുണ്ടാകാൻ പാടില്ല. ഇനി അതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. കസ്റ്റർഡ് പൗഡറിൽ വാനില ഫ്ലേവർ ഉണ്ട്, എന്നാലും വാനില എസൻസ് ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഇത് ആദ്യം ഒരു കട്ട പിടിച്ച പോലെ ഉണ്ടാവും. ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. എന്നാൽ കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സാക്കി എടുക്കാൻ പറ്റും. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ എടുത്തിന്. പകുതി ക്വാണ്ടിറ്റിയിലാക്കുമ്പോൾ 1/2 ലിറ്റർ പാലെടുത്താൽ മതി. ഇതിപ്പോൾ 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. പുഡിങ് ഉണ്ടാക്കുന്ന പാത്രം എടുക്കുമ്പോൾ വേറെ കറിയെല്ലാം സ്ഥിരമായിട്ട് വെക്കുന്ന പാത്രമൊന്നും എടുക്കാതിരിക്കാൻ നോക്കുക. അപ്പോൾ കറീൻ്റെ സ്മെല്ലെല്ലാം ചിലപ്പം വരും, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഇനി അഥവാ സ്ഥിരമായിട്ട് കറി വെക്കുന്ന പാത്രമോ അങ്ങനത്തെ എന്തെങ്കിലും സ്മെല്ലുണ്ടെങ്കിൽ വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് മറിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ആ സ്മെല്ല് പോയി കിട്ടും കേട്ടോ. ഇതിപ്പോൾ പാല് ഞാൻ ചൂടാകാൻ വെച്ചിന്. പിന്നെ ഏറ്റവും നല്ലത് പുഡിങ് ഉണ്ടാക്കാനായിട്ട് വേറെ തന്നെ ഒരു പാത്രം മാറ്റി വെക്കുന്നതാണ് നല്ലത്. പാല് നല്ലോണം ചൂടായതിന് ശേഷമാണ് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 1 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഇതിലേക്ക് ഇനി 1/2 കപ്പ് മിൽക്ക് മെയ്ഡും 1/2 കപ്പ് ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 1/2 കപ്പ് മിൽക്ക് മെയ്ഡും 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം 1 കപ്പ് എടുത്തിട്ട് പിന്നെ 1/2 കപ്പ് എടുക്കുന്ന സമയത്ത് ഉമ്മ വന്നിട്ടുണ്ടായിന്, അങ്ങനെ ഉമ്മ ഇളക്കുന്നതാണ്. മിൽക്ക് മെയ്ഡും ഷുഗറെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ചും ചേർത്ത് കൊടുക്കുക. ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര തന്നെ മാത്രമായിട്ടും ചേർത്ത് കൊടുത്താൽ മതി. എന്നാൽ മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുമ്പോൾ ആണ് ആ പുഡിങ്ങിന് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൽ. മിൽക്ക് മെയ്ഡ് ചേർത്ത പുഡിങ്ങും പഞ്ചസാര ചേർത്ത പുഡിങ്ങും രണ്ടും 2 ടേസ്റ്റാണ് കേട്ടോ. രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാൻ നോക്കാം. ഇതിപ്പോൾ പാല് നല്ലോണം തിളച്ച് പഞ്ചസാരയെല്ലാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. പാല് തിളപ്പിച്ച് കുറുക്കൊന്നും വേണ്ട. തിളച്ച് വന്നാൽ നേരത്തെ മിക്സാക്കി വെച്ച ആ കസ്റ്റേർഡും കോൺഫ്ലവർ, പാൽപ്പൊടി, പാല് ആ മിക്സ് ചേർത്ത് കൊടുക്കുക. ആ മിക്സ് ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കുക. എന്നിട്ട്
കൈയെടുക്കാതെ തന്നെ ഇളക്കണം, പെട്ടെന്ന് കട്ട കെട്ടും. ഇതിൽ കോൺഫ്ലവർ, കസ്റ്റേർഡ് എല്ലാം കട്ട പിടിക്കുന്ന സാധനമാണ്, പെട്ടെന്ന് കുറുകുന്ന സാധനമാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ കുറുകി ഒരു ക്രീമിൻ്റെ പരുവത്തിലായിട്ട് വരും. അതുവരെ കൈയെടുക്കാതെ ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് റെഡി ആയിനോ നോക്കാൻ വേണ്ടി ഇതുപോലെ കൈ കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ ലൈന് ഇതുപോലെ തെളിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ, ഒന്നും മിക്സ് ആവാതെ തെളിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിന്നാണ്. ഇതുപോലെ ലൈന് വരണം കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇരിക്കുന്നോറും കട്ടിയായിട്ട് വരും. ഇനിയിപ്പം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് സെക്കൻഡ് ലെയറായിട്ട് പുഡിങ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. തണിയുന്നോറും അത് കട്ടിയായിട്ട് വരും. ഇതിലിപ്പോൾ ചൈന ഗ്രാസോ ജലറ്റിനൊന്നും ചേർത്തിട്ടില്ല, എന്നാലും കോൺഫ്ലോറും കസ്റ്റേർഡെല്ലാം ചേർത്തുകൊണ്ട് തന്നെ നല്ല പുഡിങ് സെറ്റാകുന്ന പോലെ തന്നെ സെറ്റായിട്ട് വരും കേട്ടോ. ഒരു സ്പൂണ് കൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. അതിൻ്റെ മുകളിലേക്ക് തന്നെ പെട്ടെന്ന് എടുത്ത് ഒഴിച്ചാൽ ആ സേമിയൻ്റെ ആ മിക്സെല്ലാം ഇളകി പോവും. അതുകൊണ്ട് അത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ടുള്ളത് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് തന്നെ കോരി ഒഴിക്കുക. ഇതിപ്പോൾ 2 പാത്രത്തിൽ ഞാൻ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മാറ്റി വെക്കണം കേട്ടോ. ഇനി 3rd ലെയർ സേമിയൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി 4th ലെയറിന് വേണ്ടിയിട്ടാണ് നേരത്തെ മാറ്റി വെച്ച കസ്റ്റേർഡ് മിക്സ് യൂസ് ആക്കുന്നത്. സേമിയ ഇതുപോലെ കറക്റ്റ് ലെവലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നട്ട്സും എല്ലാം എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ഒരുപോലെ തന്നെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 പാത്രത്തിൽ 3 ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ടോട്ടൽ 4 ലെയറാണ് കേട്ടോ ഈ പുഡിങ് വരുന്നത്. ഇനിയിപ്പോൾ 4ാമത്തെ ലെയർ ഉണ്ടാക്കണം. 4ാമത്തെ ലെയറിന് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്, റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. നല്ല മധുരമാണ്. ഇനി നിങ്ങൾ മധുരമില്ലാത്ത ക്രീമാണെങ്കിൽ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ഞാനൊന്നും ചേർക്കുന്നില്ല. നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് ഇങ്ങനെ സ്റ്റിഫായിട്ട് കേക്കിനൊന്നും ആകുന്ന രീതിയിലൊന്നും വേണ്ട കേട്ടോ. കുറച്ചൊന്ന് കട്ടിയായിട്ട് വരുമ്പം തന്നെ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കസ്റ്റേർഡിൻ്റെ മിക്സും ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ കസ്റ്റേർഡിൻ്റെ മിക്സ് ഒരു 3/4 കപ്പോളം ഉണ്ടാവും കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയുള്ളൂ. അപ്പോഴേക്കന്നെ ആ കസ്റ്റേർഡിൻ്റെ മിക്സ് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ബീറ്റർ കൊണ്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. നവാബീസ് അമ്മായി പല രീതിയിലാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ചേർക്കാതെയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആ ഒരു വിപ്പിംഗ് ക്രീമും കൂടെ വരുമ്പം നല്ല ടേസ്റ്റാണ്. മറ്റങ്ങനെ ഇനിയിപ്പം വിപ്പിംഗ് ക്രീം ചേർക്കാതെ കസ്റ്റേർഡ് മിക്സ് തന്നെ 4ാമത്തെ ലെയറായിട്ട് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടെ ഒരു റിച്ചായിട്ടും ടേസ്റ്റി ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വിപ്പിംഗ് ക്രീമും കൂടെ ചേർക്കുന്നത്. ഇത് 4ാമത്തെ ലെയറായിട്ട് സെറ്റ് ചെയ്യാം. ഇത് കാണുമ്പോൾ വലിയ പണിയായിട്ട് തോന്നും, പക്ഷേ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. സേമിയയും പാലും എല്ലാം വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ പുഡിങ് തന്നെയാണ്. ഇനി മുകളിലും കുറച്ചും കൂടെ സേമിയ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുക. ഇതിലിപ്പോൾ ജെലറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതൊന്നും ഇഷ്ടമല്ലാത്തവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. പിന്നെ നല്ലോണം സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ പാർട്ടിയിലും എൻഗേജ്മെൻറ്റിലെല്ലാം വെക്കുമ്പം പെട്ടെന്ന് മെൽറ്റാവാത്ത പുഡിങ്ങല്ല ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനെല്ലാം പറ്റിയ നല്ലൊരു പുഡിങ് തന്നെയാണ്. ഇത് നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ കുറേ സമയം പുറത്ത് വെച്ചാലൊന്നും മെൽറ്റാവുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ സെൻറ്ററിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബദാമും പിന്നെ പിസ്തയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സെല്ലാം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ 4 ലെയറായിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. ഞാനിത് എൻഗേജ്മെൻറ്റിന് പോകുന്നതിൻ്റെ തലേന്നാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചത്. ഇനിയിപ്പോൾ അടുത്ത പുഡിങ് ബട്ടർ പുഡിങ്ങാണ്. ബട്ടർ പുഡിങ് ചൈന ഗ്രാസ് ചേർക്കലില്ല, പക്ഷേ ഇതൊരു എൻഗേജ്മെൻറ്റ് ഫങ്ഷന് ആയതുകൊണ്ട് മാത്രം ചേർക്കുന്നതാണ്. കുറേ സമയം പുറത്ത് വെക്കുമല്ലോ, അപ്പോൾ മെൽറ്റാവും. അതുകൊണ്ട് ചേർക്കുന്നതാണ്. ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. ഞാനിപ്പോൾ 2 പാക്കറ്റ് ചൈന ഗ്രാസ് 10 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ചൈന ഗ്രാസും 2 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിനി.
ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കസ്റ്റർഡ് പൗഡറും നേരത്തെ എടുത്ത വാനില ഫ്ലേവറിൻ്റെ അതേ കസ്റ്റർഡ് പൗഡർ തന്നെയാണ്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. കട്ടിയൊന്നും ഇല്ലാതെ നല്ലോണം മിക്സാക്കി എടുക്കുക. ഇത് നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ പുഡിങ് തന്നെയാണ്. ബട്ടർ പുഡിങ് കുറേ പേര് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നതാണ്. ഇതിപ്പോൾ 2 ലിറ്റർ പാലിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ പാത്രത്തിലേക്ക് ഞാനിപ്പോൾ 1 കിലോ ബിരിയാണി എല്ലാം വെക്കുന്ന പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കുമ്പം ഫുള്ള് ഉണ്ടാവും. അതുകൊണ്ട് വലിയ പാത്രം തന്നെ എടുക്കാൻ നോക്കുക. 2 ലിറ്റർ പാലായാലും ബാക്കിയെല്ലാം ചേർക്കുമ്പോൾ ഈ ഒരു പാത്രം ഫുള്ളാവും കേട്ടോ, 3/4 ഭാഗത്തോളെങ്കിലും ആവും. അതുകൊണ്ട് ഇത്രയുള്ളൊരു പാത്രം തന്നെ എടുക്കാൻ നോക്കുക. 2 ലിറ്റർ ആക്കുന്നുണ്ടെങ്കിൽ 1 ലിറ്ററിലാണെങ്കിൽ ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി പിടിക്കുന്ന പാത്രം എടുത്താൽ മതി. പിന്നെ ഞാൻ അധികം ബിരിയാണി വെക്കുന്നത് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ്. അതുകൊണ്ട് മസാലൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്മെല്ലോ കാര്യമോ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെള്ളം നല്ലോണം തിളപ്പിച്ച് മറിച്ചതിന് ശേഷമാണ് കേട്ടോ പാല് അതിലേക്ക് ഒഴിച്ചത്. ഇനി ഈ പാല് നല്ലോണം ചൂടായിട്ട് തിളക്കുന്നത് വരെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത പാലെല്ലാമാണെങ്കിൽ തണുപ്പുണ്ടാവുമല്ലോ, അപ്പോൾ ഇതുപോലെ ഇളക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. നേരത്തെ പുറത്ത് വെച്ച് തണുപ്പെല്ലാം പോയതാണെങ്കിൽ അവിടെ വെച്ച് കൊടുത്താൽ മതി. തിളച്ചതിന് ശേഷം മധുരത്തിനാവശ്യമായ പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിന്, 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിന്. ഈ മിൽക്ക് മെയ്ഡും പഞ്ചസാരയും രണ്ടും ചേർത്ത് കൊടുക്കാൻ നോക്കുക. പിന്നെ മിൽക്ക് മെയ്ഡ് മാത്രമാണെങ്കിൽ അത്രക്കും നല്ലതാണ്. പക്ഷെ പഞ്ചസാര മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. പുഡിങ്ങിന് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ അത് വേറെ തന്നെ രുചിയാണ്. നേരത്തെ പുഡിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ. ഇനി ഇതിലേക്ക് 200 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ലിറ്റർ പാലിലായതുകൊണ്ടാണ് 200 ഗ്രാം ചേർത്ത് കൊടുക്കുന്നത്. 1 ലിറ്റർ ആകുമ്പോൾ 100 ഗ്രാം എല്ലാം പകുതി ചേർത്ത് കൊടുത്താൽ മതി. 200 ഗ്രാം ബട്ടറും കൂടെ ചേർത്തിട്ട് ഇനിയിപ്പോൾ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. ചൂട് പാലായതുകൊണ്ട് തന്നെ ബട്ടർ പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും. നേരത്തെ പാല് നല്ലോണം ചൂടായിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ പഞ്ചസാരയും എല്ലാം ചേർത്ത് കൊടുത്തിന്. ഇനിയിപ്പോൾ നേരത്തെ മിക്സാക്കി വെച്ച കസ്റ്റേർഡിൻ്റെ മിക്സ് ഒന്നും കൂടെ കലക്കി കൊടുക്കുക. അത് കട്ട പിടിച്ചിട്ടുണ്ടാവും. ഒന്നും കൂടെ നല്ലോണം കലക്കി കട്ടയൊന്നും ഇല്ല ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. പുഡിങ്ങെല്ലാം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു പാല് തിളക്കുന്ന ആ ഒരു ടൈം, പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെയാണ് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യുന്നത്. ഈ ബട്ടർ പുഡിങ്ങെല്ലാം നല്ല എളുപ്പമാണ്. ഇനി ഇതിലേക്ക് ബ്രെഡ് വേണം. ഞാനിപ്പോൾ 10 സ്ലൈസ് ബ്രെഡാണ്. ഇത് ചെറിയ ബ്രെഡാണ് കേട്ടോ. കുറച്ച് വലിയ ബ്രെഡല്ലാന്നെങ്കിൽ 8 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. 1 ലിറ്ററിനാണെങ്കിൽ 4 എണ്ണം. ഞാനിപ്പം ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ 10 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ പീസ് ആക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. സൈഡൊന്നും കട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇത് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ബ്രെഡ് എടുക്കുമ്പോൾ മിൽക്ക് ബ്രെഡ് തന്നെ എടുക്കാൻ നോക്കുക, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പം 10 സ്ലൈസ് ബ്രെഡും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിന്. ഇനി ഈ ബ്രെഡെല്ലാം ഈ പാലിൻ്റെ മിക്സിൽ നല്ലോണം കുതിർന്ന് ഈ ഒരു പരുവത്തിലാകുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇത് 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ ആവും കേട്ടോ. ഈ ഒരു ടൈമിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നേരത്തെ ഞാൻ 2 കപ്പ് വെള്ളത്തിൽ 2 പാക്കറ്റ് ചൈന ഗ്രാസ് കുതിർത്തത് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ ഈ പാലിൻ്റെ മിക്സും ചൈന ഗ്രാസിൻ്റെ മിക്സും ഒരേ ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം. ഇനി കുറച്ച് ചൂടാറിയിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറിയിട്ട് ചേർക്കുന്നത്. അതുപോലെ തന്നെ ചൈന ഗ്രാസും കുറച്ച് ചൂടാറിയിട്ട് ചേർക്കണം. ഇതിപ്പോൾ ഒരേ ചൂടിലാണ് ഞാൻ ചേർത്ത് കൊടുത്തതിന്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചൈന ഗ്രാസ് ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഓഫാക്കി കൊടുക്കുക. ഇനി ഇത് നല്ലോണം തണുക്കണം കേട്ടോ. നല്ലോണം തണുത്ത് ഒരുപാട് ഇങ്ങനെ തണുത്ത് സെറ്റാവണം എന്നല്ല, മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ചൂട് പാകത്തിനായാൽ അടിച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാനെല്ലാം മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു വലിയ ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരു 3-4 പ്രാവശ്യം അടിക്കാനുണ്ടാവും. എല്ലാം കൂടെ ഒന്നിച്ച് ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം മിക്സാക്കിയിട്ടാണ് പുഡിങ്ങിൻ്റെ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
മിക്സിയിൽ ഫുള്ളായിട്ട് ഇട്ടിട്ട് അരക്കണ്ട. ഒന്നാമത് ഇത് അധികം ചൂട് മാറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഇട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് തെറിച്ച് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പകുതി വിട്ടിട്ട് കുറേശ്ശെ ആയിട്ട് അടിച്ചെടുക്കുക. ഈ ഒരു പുഡിങ് ചൈന ഗ്രാസ് ഇഷ്ടമല്ലാത്തവർക്കും ഉണ്ടാക്കാം. പകരം കോൺഫ്ലവർ ചേർത്താൽ മതി. 1/2 കപ്പ് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കസ്റ്റർഡ് മിക്സ് എല്ലാം ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ. പക്ഷേ ടേസ്റ്റ് രണ്ടും വേറെ വേറെ തന്നെയാണ്. പിന്നെ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുക, അത് നല്ല ടേസ്റ്റാണ്. പക്ഷെ അധികം സെറ്റ് ആവില്ല കേട്ടോ. ആ ബ്രെഡും കസ്റ്റേർഡും എല്ലാം ചേർക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് സെറ്റ് ആവും. പക്ഷേ നല്ലോണം ആ ഒരു പുഡിങ് പോലെ മുറിച്ച് കഴിക്കാൻ പറ്റൂല എന്നേ ഉള്ളൂ. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ചൈന ഗ്രാസോ കോൺഫ്ലവറോ ചേർക്കാതെ ഉണ്ടാക്കുക, അത് നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ വലിയ 2 പുഡിങ്ങിൻ്റെ പാത്രത്തിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതുപോലത്തെ 2 പാത്രത്തിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിന്. ഇനി ഇത് കുറച്ച് തണുത്തതിന് ശേഷമാണ് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ലോട്ടസ് ബിസ്കോഫെ ബിസ്ക്കറ്റും നട്ട്സും വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുക. പക്ഷേ ഈ ഒരു ബിസ്ക്കറ്റും ഈ ഒരു ബട്ടർ പുഡിങ്ങിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ 2 പുഡിങ്ങും എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പുഡിങ്ങാണ്. നമ്മളെ കണ്ണൂർ ഭാഗത്തെല്ലാം ഓരോ വീട്ടിൽ നിന്ന് റിലേഷൻസ് എല്ലാവരും കൊണ്ടുപോകലാന്ന്. അപ്പോൾ ഒരുപാട് തരം പുഡിങ് ആവുമല്ല. ഈ ഒരു പുഡിങ് കഴിച്ചവരെല്ലാം നല്ല ഫീഡ്ബാക്കാണ് കേട്ടോ തന്നിന്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയാം. പിന്നെ എൻഗേജ്മെൻറ്റ് ഫങ്ഷനൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഒരുപാട് തരം പുഡിങ് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഒരുപാട് ആളും ഉണ്ടായിന്, അതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ തന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഇത് ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കമൻസിന് റിപ്ലൈ കൊടുക്കുന്നതും കാണുന്നത്. അതുകൊണ്ട് പറ്റുന്നത്ര ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരും. അങ്ങനെ തരാതിരുന്നിട്ടില്ലെങ്കിൽ എന്തോ വിട്ടുപോയതോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടാവും. ഇൻഷാ അല്ലാ പുതിയൊരു റെസിപ്പീസോ വ്ളോഗ്സോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ. അസ്സലാമു അലൈക്കും.